സ്വാഗതം. ഇന്ന് ഞാനൊരു ഫ്രഷ് കണ്ടന്റ് ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ മിറ്റടിക്കാൻ പോവുകയാണ് ഗൈസ്. അതും പുതിയ ചൂല് വെച്ചിട്ട്. ഈ ചൂലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ 236ഓളം ഈർക്കിലുകളാണ് ഉള്ളത്. അതും ഇതിന്റെ ക്വാളിറ്റി വാസ് അമേസിംഗ്. ഞാനിത് വാങ്ങിച്ചത് നമ്മുടെ സ്വന്തം മാധവേട്ടന്റെ കടയിൽ നിന്നാണ്. നിങ്ങൾക്ക് ഈ ചൂല് വേണമെങ്കിൽ സുമി 25 എന്ന കോഡ് യൂസ് ചെയ്താൽ മതി. 25% ഓഫോട് കൂടി ഈ ചൂല് വാങ്ങാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓ തുടങ്ങിയോ? ഇതിനൊന്നും ഒരു പണിയില്ലേ രാവിലെ? എവിടുന്ന ഈ വോയിസ് ഓവർ? എന്റെ വോയിസ് അല്ലേ ഓവറുള്ളൂ, നീ മൊത്തത്തിൽ ഓവറാ. കാലറി മൊത്തം നമുക്ക് എതിരാണല്ലോ. ചുട്ടുമണി വിടരും എന്താണ് ഒളി കണ്ണുള്ള പ്രിയവരനെ കരളിൻ കുമ്പിളിൽ കുളിരിൻ തുള്ളി കനവിൻ ചില്ലയിൽ പടരും വള്ളി നീട പോലെങ്ങും ഇവളിനി രാഗലോലമായ മോഹിനി. നീ ഉണ്ടെങ്കിൽ എന്റെ ലൈഫ് ചില്ല്, നീ ഇല്ലെങ്കിൽ എന്റെ ലൈഫ് നില്ല്, നീയാണ് എന്റെ ലൈഫ് പില്ല്. നീ എന്താ ഇവിടെ? അത് ശരി, നീയല്ലേ പറഞ്ഞ നിന്റെ അച്ഛന്റെ. അത് നിന്റെ അച്ഛന്റെ സമ്മതം ഉണ്ടെങ്കിലേ നമ്മുടെ കല്യാണം നടക്കുള്ളൂ. അതുകൊണ്ട് നിന്റെ അച്ഛനെ കൺവിൻസ് ചെയ്യാനായിട്ടാ ഞാൻ വന്നേ. എന്നും പറഞ്ഞ് ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ നിങ്ങൾ വരുവോ? മുന്നറിയിപ്പാ? എന്നാ ഞാൻ നോട്ടീസ് അടിച്ചോണ്ട് വരാം. നോട്ടീസ് അടിച്ചിട്ട് വരാൻ നീ എന്താ തഹസിൽദാറോ? എന്റെ ഗെറ്റ് റെഡി വിത്ത് മീ പോലും കഴിഞ്ഞില്ല. എന്ന് വെച്ചാ എനിക്ക് രാവിലെ എണീറ്റ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ലിപ് ബാം, ലിപ്സ്റ്റിക് എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ ഇടാനുള്ളത്. ഇതൊന്നും ഇടാണ്ട് ഞാൻ എന്റെ മുഖം നേരിട്ട് ആരെയും കാണിക്കില്ല. അതുകൊണ്ടാണ് തനിരൂപം കാണാൻ പറ്റിയില്ലേ? ഓ നീ ഒന്ന് പോയെ. നീ എങ്ങനെ ഇവിടെ നിൽക്കുന്നത്? അച്ഛൻ കണ്ടോണ്ട് വന്ന അച്ഛൻ നിന്ന നിപ്പിൽ നിറം മാറും. നിന്ന നിപ്പിൽ നിറം മാറും. നിന്റെ അച്ഛൻ ഓന്താണ്. അല്ല കട്ട ചളി. അതല്ല, അച്ഛന് BP ഉള്ളതാ. നിന്റെ അച്ഛന് BP ഉണ്ടെങ്കിലേ എന്റെ തോക്കുണ്ട്. BP അല്ല, BP ബ്ലഡ് പ്രഷർ. അല്ല നിന്റെ അച്ഛൻ എവിടെ പോയി? അച്ഛൻ മറ്റേ രായൻ കോൺട്രാക്ടർ ഇല്ലേ, അയാളുടെ വീട്ടിലൊരു തൊട്ടിൽ പണിയാൻ പോയേക്കുവാ. തൊട്ടിൽ പണിയാ? പുള്ളിയുടെ കല്യാണം കണ്ട് 6 മാസമല്ലേ ആയുള്ളൂ. 6 മാസം 1 വർഷം അതൊന്നും എനിക്കറിയത്തില്ല. അതാണ് അച്ഛന്റെ കൈപുണ്യം. കട്ടിൽ പണിഞ്ഞ തൊട്ടിൽ ഫ്രീ. അതെന്തെങ്കിലും ആവട്ടെ, വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാൻ എന്താ ഗിഫ്റ്റ് കൊണ്ടുവന്നേക്കണേന്ന് നോക്കിയേ. ആപ്പിൾ ഫോണോ? ഈ ഏട്ടായുടെ ഒരു കാര്യം, എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് അപ്പൊ തന്നെ സാധിച്ചു തരുമെന്നേ. എനിക്ക് വയ്യ. ഇതെന്താ ഈ ആപ്പിള്? അതെ, നീ പറഞ്ഞ ആപ്പിൾ മേടിക്കാനുള്ള EMIക്ക് എന്റെ സിവിൽ സ്കോർ ഉണ്ടായില്ല. അതുകൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നേ. അന്ന് തുമ്മിയ ജലദോഷമാണോ? ജലദോഷമല്ല, എന്റെ സമയദോഷം. നിന്നെ പോലെ ഒരാളെ പ്രേമിക്കാൻ തോന്നിയതിന്. അയ്യോ അച്ഛൻ വരുന്നെന്നാ തോന്നുന്നത്. അച്ഛനാ ഇവിടെ? അച്ഛനെന്താ പ്രശ്ന? ഞാൻ വല്ല കുറ്റിക്കാട്ടിൽ വിളിച്ചാലോ? കുറ്റിക്കാട്ടിൽ വിളിക്കാൻ നീ എന്താ കുറന്നരിയോ? വേറെ എവിടെയെങ്കിലും പോയി വിളിക്കണം. ഇവിടെ വിളിക്കാൻ പറ്റും. അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ചായ ആട്ട് തരാം. പോലെ 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 പോലെ. അയ്യോ അയ്യോ, ഇന്ത്യ ഗാഡി നമ്പർ 400300. നീ ആരാണ്? ഞാൻ അച്ഛനെ കാണാൻ വന്നതാ. അച്ഛൻ ആരുടെ അച്ഛൻ? അയ്യോ, ഞാനേ സുമിയുടെ ഒപ്പം പഠിച്ചാണ്. അപ്പൊ സുമിയുടെ അച്ഛനായ സ്ഥിതിക്ക് അച്ഛന്ന് വിളിച്ചെന്നുള്ളു. എടാ അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേര് അച്ഛന്ന് വിളിക്കേണ്ടി വരുമല്ലോ. അല്ല നിന്നെ എനിക്ക് പരിചയമില്ലല്ലോ. പരിചയം? അയ്യോ, ഞാൻ വാൾപ്പച്ചിനൊന്നും പോകാറില്ല. ഫ്രഷ് കോമഡി. അല്ല എവിടെ കണ്ട പോലെ ഉണ്ട് നിന്നെ. തമ്മനം ബീവറേജിലാണോ? അല്ല വേറെ എവിടെയാണ്. അപ്പൊ തമ്മനം മന്തികട വെച്ചായിരിക്കും. അതും അല്ല നീ. രണ്ടുപേരും ചിലപ്പോ ഞാനായിരിക്കില്ല. എടാ നീ ആ സദാശിവമ്പറുടെ മോനല്ലടാ? അച്ഛനറിയോ? അറിയോന്നോ? പുള്ളി ഫേമസ് അല്ലേ. പുള്ളിയുടെ വികസന റോഡ് പണിയും കൊണ്ടാണ് നമ്മുടെ പഞ്ചായത്ത് ഇപ്പൊ ബ്ലോക്ക് പഞ്ചായത്തായിട്ട് മാറിയത്. അതെപ്പാ? ഇപ്പൊ ഒരു വണ്ടി പോലും ബ്ലോക്കില്ലാതെ ഇവിടെ കടന്നു പോകില്ല. നീ ഇപ്പൊ എന്താ പരിപാടി? ഞാനിപ്പോ കൊച്ചിയിലൊരു കോഴ്സ് ചെയ്യണ്ടേ, ഒരു ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഇനിയിപ്പോ യൂറോപ്പിൽ എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവും അല്ലേ? എങ്ങനെ മനസ്സിലായി? ജോൽസിനാണോ? ജോൽസിനല്ല, ഇപ്പോഴത്തെ എല്ലാ ചെറുപ്പക്കാരുടെയും പ്ലാൻ ഇത് തന്നെയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞ. അല്ല എന്താ നിന്റെ ആഗമന ഉദ്ദേശം? വേറെ ഒന്നല്ല, ഞാൻ ഇതിരി വഴി പോയപ്പോഴത്തേക്ക് അച്ഛനൊന്ന് കയറി കാണാന്ന് ഓർത്ത്. ചായ മോളെ നിന്നോട് ഞാനിപ്പോ ചായ ചോദിച്ചാ? അതൊരു കീഴ്വഴക്കങ്ങളൊക്കെ ആകുമ്പോ. അയ്യോ അതിൽ മധുരം ഇട്ടിട്ടുണ്ട്, അത് അച്ഛന്റെ അല്ല. അത് കുഴപ്പമില്ല, ഒരു ദിവസമൊക്കെ മധുരം കുടിക്കാം. എന്താ മോളതിൽ ഹോർലിക്സിന്റെ ടേസ്റ്റ്? അത് ചിലപ്പം പൈപ്പിൻ വെള്ളത്തിന്റെ ആയിരിക്കും അച്ഛാ. നീ കേക്കണം, ഇവൾ എന്റെ മോളായതുകൊണ്ട് പറയല്ല. വീട്ടിലൊരാള് കയറി വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാതെ ചായ കൊടുക്കാതെ അവള് വിടൂലെന്നേ. എന്നാ ഈ വന്ന് കയറണവന്മാർക്ക് വല്ല വിചാരം ഉണ്ടാ? പാലിനൊക്കെ ലിറ്ററിന് ഇപ്പൊ എന്താ വില? അയ്യോ മോന് കേട്ട് പഠിക്കണോ? മോൻ കുടിക്ക്. അല്ല നല്ല കയ്പണ്ടേ. ഓ ജീവിതത്തിലെ കയ്പ് നീരനി എത്ര കുടിക്കാൻ കിടക്കുന്നു. എന്താ പറഞ്ഞ? അല്ല നല്ല കൈപ്പുണ്യം ഉണ്ടെന്ന് പറയായിരുന്നേ. കൈപ്പുണ്യത്തിന്റെ കാര്യം പറഞ്ഞ് ഇവളൊന്നും ഒന്നുമല്ല. അതൊക്കെ എന്റെ ഭാര്യ, അതായത് ഇവളുടെ അമ്മ. എന്തായിരുന്നു കൈപ്പുണ്യം, അതുപോലെ തന്നെ സ്നേഹം.
ആൾക്കാരോടൊക്കെ എന്തൊരു സ്നേഹമായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം, 4 വർഷം മുമ്പ് ഒരു ലോറിയുടെ മുമ്പിൽ. കരയല്ലേ അച്ഛാ, അമ്മക്ക് അത്ര ആവശ്യം ഉണ്ടായുള്ളൂ. അയ്യോ മരിച്ചു പോയതല്ല, ലോറിയുടെ ഫ്രണ്ടിൽ കൈ കാണിച്ചിട്ട് ആ ലോറി കയറി ലോറി ഡ്രൈവറോട് ഒളിച്ചോടി അങ്ങോട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ അവർക്ക് എല്ലാവരോടും സ്നേഹമായിരുന്നു, ആ ലോറിക്കാരനോട് അവർക്ക് സ്നേഹമായിരുന്നു. എന്താ അല്ലേ? അതൊക്കെ പോട്ടെ അച്ഛാ, അച്ഛൻ ഈ സ്ഥാനമൊക്കെ കാണാൻ പോകാറുണ്ടായിരുന്ന? കേരളത്തിൽ അങ്ങോട്ടും ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. ഓഹോ, അല്ല നാട്ടുകാർക്ക് പറഞ്ഞ അച്ഛൻ പഞ്ചായത്ത് വിട്ട് പോകാറില്ലെന്നാണല്ലോ. അത് നാട്ടുകാർക്ക് എന്നോടുള്ള അസുഖം കൊണ്ട് പറഞ്ഞിട്ടുണ്ടാക്കണ. എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഏത് പഞ്ചായത്താണ് കേരളത്തിലുള്ളത്? ഓ, മാർക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇവിടെ പെൻസിൽ വെച്ചിട്ടുണ്ടല്ലോ. അയ്യോ ഇതല്ല, എനിക്ക് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞില്ല. ഈ ഷുഗർ മാറാൻ ഡോക്ടർ പറഞ്ഞു പെൻസിൽ കുത്തി വെച്ചാൽ മതി. അയ്യോ, അച്ഛാ, അത് പെൻസിൽ അല്ല, അത് ഇൻസുലിൻ ഇഞ്ചക്ഷൻ. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്ത്. മോളെ നീ കേക്കണം. ഞാൻ കൊറേ കേട്ടതാ. എന്നാ നീ കേക്ക്. പണ്ട് ഞാനൊരു ഡോക്ടറുടെ വീട്ടില് പാലക്കാട് കിണർ കുത്താൻ സാധനം കാണാൻ പോയി. അവിടെ എന്താ വെച്ചാൽ വെള്ളം കിട്ടാത്ത ഏരിയയാണ്. ഞാൻ അവിടെ നേരെ ഇറങ്ങി ചെന്ന് ഒരു 3 അടി മുന്നോട്ട് 3 അടി പിന്നോട്ട് നടന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, പ്ലാവിന്റെ കുറ്റിയെടുത്ത് ആദ്യം കണ്ട സ്ഥലം ഒറ്റ അടിയാ. പിന്നെ മഹാപ്രളയമല്ലായിരുന്നാ? ഓ, എന്നിട്ട് എന്താ പ്ലംബർ വന്ന് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറ്റി കൊടുത്തിട്ടാ അച്ഛൻ വീട്ടിലോട്ട് വന്ന. അത് പിന്നെ വാട്ടർ അതോറിറ്റിക്കാർ അവിടെ പൈപ്പ് കൊണ്ടിട്ട് എനിക്കറിയാമോ? എന്റെ തെറ്റൊന്നുമല്ല. നിനക്ക് വേറൊരു കാര്യം അറിയോ? എന്റെ അച്ഛൻ പണ്ട് കാട്ടിൽ കയറി പല വൻമരങ്ങളും വെട്ടി നീലം പരിശാക്കിയിട്ടുണ്ട്. അച്ഛനപ്പോ കാട്ടിൽ കയറി മരം വെട്ടാറുണ്ട്? ഉണ്ടോന്നോ? ഇഷ്ടം പോലെ മരം വെട്ടിയേക്കണം. പണ്ട് ഞാനും എന്റെ അനിയൻ 2 കൂട്ടുകാരോട് കാട്ടിൽ മരം വെട്ടാൻ പോയി. അങ്ങനെ ഞങ്ങൾ വടമൊക്കെ എടുത്ത് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറകുന്നൊരു ചോദ്യം, ആരാടാ കാട്ടിക്കറി മരം വെട്ടുന്നത്? ആരാ? ഫോറസ്റ്റുകാരി. കാട്ടിക്കറി മരം വെട്ടണമെങ്കിൽ പാസ് വേണം. ആ, കാട്ടിക്കറി മരം വെട്ടാൻ പാസ് കൊടുത്താ? ഞാൻ ഇങ്ങനെ പാസ് കൊടുത്തു. പാസ്? അയ്യോ, ഇതല്ല, മരം വെട്ടാനുള്ള പാസ് കൊടുത്തില്ലേ? ഒരു തെണ്ടിയുടെ ഓട്ടക്കിസയിൽ എന്ത് പാസ്? ഒടുവിൽ ഫോറസ്റ്റുകാരുടെ കണ്ണിൽ ഒരു തരി മണ്ണ് വാരിയിട്ട് അവിടെ ഒന്നും പോന്നു. സപ്നോക്കി സിന്ദഗി മേ ജോ കബി ന ദോ ഹോതാ ഹൈ. എന്ന് വെച്ചാ എന്താ വെട്ടിയത് ചന്ദനം കൊണ്ടുപോയിട്ടതോ തീഹാർ ജയിലിലും. അവിടുന്ന് പഠിച്ചതായി ഹിന്ദി. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ വിധി ഒന്നും വരാതെ എനിക്കൊരു സമാധാനം ഇല്ലെന്ന്. ഇനി ഇവളെ ഏതെങ്കിലും ഒരുത്തിന്റെ കൈ പിടിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് എനിക്ക് സന്തോഷമായിട്ട് കണ്ണടക്കും. കട്ടുറുമ്പിന് കാതുകത്ത് അവിടെ നിന്ന് കിട്ടി നാഴിയേരി. ഇവിടെ നിന്ന് കിട്ടും നല്ല അടി. അത് പോ, നീ കുറെ നേരമല്ല തിരിഞ്ഞളിക്കുന്നു. നീയും പോയെ. എനിക്ക് അച്ഛനെ കൊണ്ടൊരു ഭാരം വേണം. എന്ത് ഉപകാരമാണെങ്കിലും ഞാൻ ചെയ്യൂല. അങ്ങനെ പറയല. ഞാൻ അച്ഛനുണ്ട് എന്താ കൊണ്ടുവന്നേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഞെട്ടു. എന്ത് ദേ നോക്കിയേ. വൃത്തികേട് കാണിക്കല്ലേ, പെമ്പിള്ളേരുടെ വീടാണ്. അതല്ല, ഇതെന്താ? ദക്ഷിണ. ഓ, ഇതായിരുന്നു. ഈ മഹാലക്ഷ്മി വന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ തട്ടിത്തെറിപ്പിക്കാൻ പാടില്ല. അല്ല, എന്താ നിനക്ക് വേണ്ട സഹായം പറ. വേറൊന്നുമില്ല, എനിക്കൊരു സ്ഥാനം കാണണം. അത് ശരി, വീടിന്റെ ആയിരിക്കില്ലേ? വീടിന്റെ അല്ല. എന്നാ പിന്നെ കിണറായിരിക്കും. കിണറോടെ ഉള്ളത് ഉണ്ട്. എടാ ഇതൊന്നും അല്ല, പിന്നെ നിനക്ക് എന്തിന്റെ സ്ഥാനം കാണാനാ? അത് ഞാൻ പറയാം. എന്റെ വീടിന്റെ അപ്പുറത്തൊരു പറമ്പുണ്ട്. ആ പറമ്പിൽ എന്നും വൈകിട്ട് പിള്ളേര് ക്രിക്കറ്റ് കളിക്കാൻ വരും. അപ്പൊ ഒരു ദിവസം ഞാൻ അവിടെ കളിച്ചോണ്ടിരുന്നപ്പോ ഒരു ഹെലികോപ്റ്റർ ഷോട്ട് അടിച്ച്, നമ്മുടെ ധോണി സ്റ്റൈലേ. പക്ഷെ പന്തപ്പുറത്ത് ആ കാട്ടിപ്പോയി. ഇപ്പൊ ആ കാട്ടിപ്പോയ പന്ത് കണ്ടുപിടിച്ച് കൊടുക്കാണ്ട് ആ പിള്ളേരെ ഞാൻ കളിക്ക് കൂട്ടില്ല അച്ഛാ. 11 വഞ്ഞം ആ പന്ത് കിടക്കുന്ന സ്ഥാനം ഒന്ന് കണ്ടുപിടിച്ച് തരണം. അപ്പൊ ഞാൻ വന്നിട്ട് നിന്റെ കാണാതെ പോയ പന്ത് കണ്ടുപിടിച്ച് തരണം. എക്സാക്ട്ലി. സംഭവം നിന്റെ കഥയെ കൊള്ളാം, പക്ഷെ എക്സിക്യൂഷൻ പാളിപ്പോയി. നിന്നെ പോലുള്ള ആൾക്കാരെ പിടിക്കാനാണ് ഞാനിവിടെ CCTV വെച്ചേക്കുന്നത്. നീ ഇവിടെ പറഞ്ഞതും ചെയ്തതും കാണിച്ചതും എല്ലാം ഞാൻ ഫോണിൽ ലൈവായിട്ട് കണ്ടാണ് ഇങ്ങോട്ട് വന്നത്. നീ ആരെയാടാ പറ്റിക്കാൻ നോക്കണം? ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ വ്ലോഗ് ഇതാ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അച്ഛൻ ഇല്ലാത്ത സമയം കാമുകൻ വീട്ടിൽ വന്നാൽ അച്ഛൻ എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന പ്രാങ്ക് വ്ലോഗ് ആയിരുന്നു ഇത്. അച്ഛൻ ശരിക്കും പ്രാങ്ക് ആയിട്ടുണ്ടെന്നാ തോന്നുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അച്ഛൻ ഒരു ബൈ കൊടുക്കൂ. ബൈ ഗായ്സ്. മോളെ വീഡിയോ കട്ട് ചെയ്താ? ആ, കട്ട് ചെയ്തച്ചാ. മോളെ നിന്റെ നാടകം ഗംഭീരായിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവന് വേണ്ടി നീ ഇത്ര നാടകം കളിക്കണമെങ്കിലേ എന്താ നിനക്ക് ഇവന് അത്ര ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അച്ഛൻ ഞങ്ങളുടെ കല്യാണം സമ്മതിച്ചാ? കല്യാണത്തിനല്ല, എന്റെ മോളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നേ.